ക്വസ്റ്റ്യൻ നമ്പർ 1. ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് നൽകും. ഏത് സമരത്തിന് പുറപ്പെടും മുൻപാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ 2 ഉപ്പ് സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ 2 ഉപ്പ് സത്യാഗ്രഹം. 2. വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ 3 റാംസേ മക്ഡൊണാൾഡ്. ആൻസർ ഓപ്ഷൻ 3 റാംസേ മക്ഡൊണാൾഡ്. 3. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ നിർമ്മിച്ചത് ആരുടെ സ്മരണാർത്ഥമാണ്? ആൻസർ ഓപ്ഷൻ 1 സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ഓപ്ഷൻ 1 സുഭാഷ് ചന്ദ്രബോസ്. 4ാമത്തെ ക്വസ്റ്റ്യൻ. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ 4 ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ഓപ്ഷൻ 4 ഗോപാലകൃഷ്ണ ഗോഖലെ. 5. ഭരണഘടനയുടെ 86ാം ഭേദഗതി പ്രകാരം മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 21A. ആൻസർ ഓപ്ഷൻ 2 21A. ക്വസ്റ്റ്യൻ നമ്പർ 6. ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ആൻസർ ഓപ്ഷൻ 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 7th ക്വസ്റ്റ്യൻ. 1948 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 BN റാവു. ആൻസർ ഓപ്ഷൻ 1 BN റാവു. 8. എല്ലാ വ്യക്തികളും സമ്പന്നരും ദരിദ്രരും സ്ത്രീകളും പുരുഷന്മാരും മുന്നാക്കക്കാരും പിന്നാക്കക്കാരും ഒരേ നിയമത്തിന് വിധേയരാണ് എന്ന ആശയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ 4 നിയമവാഴ്ച. ആൻസർ ഓപ്ഷൻ 4 നിയമവാഴ്ച. 9. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ 2 ജവഹർലാൽ നെഹ്റു. 10. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 1919 ഏപ്രിൽ 13. ആൻസർ ഓപ്ഷൻ 3 1919 ഏപ്രിൽ 13. 11. ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല എന്ന പ്രസ്താവന ഏത് പ്രസിദ്ധീകരണത്തിലാണ് 1916 പ്രസിദ്ധപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ 1 പ്രബുദ്ധ കേരളം. ആൻസർ ഓപ്ഷൻ 1 പ്രബുദ്ധ കേരളം. 12. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുക് ആണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ 4 സ്വാമി വിവേകാനന്ദൻ. ആൻസർ ഓപ്ഷൻ 4 സ്വാമി വിവേകാനന്ദൻ. 13. പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിക്കുകയും പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആകുകയും ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ആർതർ വെല്ലസ്ലി. ആൻസർ ഓപ്ഷൻ 2 ആർതർ വെല്ലസ്ലി. 14. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ. ആൻസർ ഓപ്ഷൻ 3 CP രാമസ്വാമി അയ്യർ. ആൻസർ ഓപ്ഷൻ 3 CP രാമസ്വാമി അയ്യർ. 15. സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായി ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് വിമാനത്താവളം സ്ഥാപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്? ആൻസർ ഓപ്ഷൻ 1 മിനിക്കോയ്. ആൻസർ ഓപ്ഷൻ 1 മിനിക്കോയ്.
16. പശ്ചിമഘട്ടം മുറിഞ്ഞു കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല. പശ്ചിമഘട്ടം മുറിഞ്ഞു കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 പാലക്കാട് ജില്ല. ആൻസർ ഓപ്ഷൻ 4 പാലക്കാട് ജില്ല. 17. ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ മലയാളി. ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ 2 വി.പി. മേനോൻ. ആൻസർ ഓപ്ഷൻ 2 വി.പി. മേനോൻ. 18. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻറ്റ് ആയിരുന്നത്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻറ്റ് ആയിരുന്നത്. ആൻസർ ഓപ്ഷൻ 3 പുതുച്ചേരി. ആൻസർ ഓപ്ഷൻ 3 പുതുച്ചേരി. 19. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ 1 1955. ആൻസർ ഓപ്ഷൻ 1 1955. 20. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയായ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ 4 കർണാടകം. ആൻസർ ഓപ്ഷൻ 4 കർണാടകം. 21. മംഗൾയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? മംഗൾയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ 2 ശ്രീഹരിക്കോട്ട. മംഗൾയാൻ വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. 22. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ധർമ്മടം. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ധർമ്മടം. 23. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ തീയതി. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ തീയതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 2023 ജൂലൈ 14. ആൻസർ ഓപ്ഷൻ 1 2023 ജൂലൈ 14. 24. ആദ്യത്തെ ഹോക്കി ലോകകപ്പ് ജേതാവ് ആരാണ്? ആദ്യത്തെ ഹോക്കി ലോകകപ്പ് ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 പാകിസ്ഥാൻ. ആൻസർ ഓപ്ഷൻ 4 പാകിസ്ഥാൻ. 25. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ 2 ശ്രീഹരിക്കോട്ട. ആൻസർ ഓപ്ഷൻ 2 ശ്രീഹരിക്കോട്ട. 26. 2023 സാഹിത്യ നോബൽ നേടിയ യോൺ ഫോസെ ഏതു രാജ്യക്കാരനാണ്? 2023 സാഹിത്യ നോബൽ നേടിയ യോൺ ഫോസെ ഏതു രാജ്യക്കാരനാണ്? ആൻസർ ഓപ്ഷൻ 3 നോർവേ. ആൻസർ ഓപ്ഷൻ 3 നോർവേ. 27. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അസ്ഥികളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഓക്സിജൻ. ആൻസർ ഓപ്ഷൻ 1 ഓക്സിജൻ. 28. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഗോളര സന്ധി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഗോളര സന്ധിയാണ്. 29. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ് കാണപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ് കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ 2 തുട. തുടയിലാണ് ഫീമർ എന്ന അസ്ഥി കാണപ്പെടുന്നത്. 30. മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനം. മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ചിപ്കോ പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ 3 ചിപ്കോ പ്രസ്ഥാനം.
31 മംഗള ഏത് കാർഷിക വിളയുടെ ഇനമാണ്? മംഗള ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ആൻസർ ഓപ്ഷൻ 1 കവുങ്ങ്. മംഗള എന്നത് കവുങ്ങിൻ്റെ ഇനമാണ്. 32 റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ ചൈനയെ പിന്തള്ളി ലോകരാജ്യങ്ങൾക്കിടയിൽ 2ാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഇന്ത്യ. ആൻസർ ഓപ്ഷൻ 4 ഇന്ത്യ. 33 സിംഹവാലൻ കുരങ്ങിന് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. സിംഹവാലൻ കുരങ്ങിൻ്റെ പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. ആൻസർ ഓപ്ഷൻ 2 സൈലന്റ് വാലി. ആൻസർ ഓപ്ഷൻ 2 സൈലന്റ് വാലി. 34 മീനാമാത എന്ന രോഗത്തിന് കാരണമായ മൂലകം. മീനാമാത എന്ന രോഗത്തിന് കാരണമായ മൂലകം. ആൻസർ ഓപ്ഷൻ 2 മെർക്കുറി. ആൻസർ ഓപ്ഷൻ 2 മെർക്കുറി. 35 പദാർത്ഥത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? പദാർത്ഥത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. ആൻസർ ഓപ്ഷൻ 3 ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. 36 പ്രാഥമിക വർണ്ണങ്ങളായ നീലയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? പ്രാഥമിക വർണ്ണങ്ങളായ നീലയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 മജന്ത. ആൻസർ ഓപ്ഷൻ 1 മജന്ത. നീലയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം മജന്ത. 37 ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം. ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 പ്രമേഹം. ആൻസർ ഓപ്ഷൻ 4 പ്രമേഹം. 38 പ്രസ് ബയോപ്പിയ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? പ്രസ് ബയോപ്പിയ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ആൻസർ ഓപ്ഷൻ 2 കണ്ണ്. ആൻസർ ഓപ്ഷൻ 2 കണ്ണ്. 39 നെല്ലിക്കയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? നെല്ലിക്കയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 വിറ്റാമിൻ സി. നെല്ലിക്കയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ സി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40 അപ്പക്കാരം എന്നറിയപ്പെടുന്ന പദാർത്ഥം. അപ്പക്കാരം എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 സോഡിയം ബൈകാർബണേറ്റ്. ആൻസർ ഓപ്ഷൻ 3 സോഡിയം ബൈകാർബണേറ്റ്. താങ്ക് യു.